CMRലുമായുള്ള എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടിൽ നടപടികൾ വേഗത്തിലാക്കാനൊരുങ്ങി ഇഡി. അന്വേഷണ സംഘം പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. മൊഴിയും പിടിച്ചെടുത്ത രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമൻസ് നൽകാനാണ് തീരുമാനം. വീണയുടെ HDFC ബാങ്കിലെ 1.5 ലക്ഷത്തിന്റെ അക്കൗണ്ട് ഉൾപ്പെടെ 3 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. റെയ്ഡിന് പിന്നാലെ പ്രതികളുടെ 18.36 കോടിയുടെ 242 ബാങ്ക് അക്കൗണ്ടുകളും ED മരവിപ്പിച്ചു. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നവമി, ഈ CMRലിൻ്റെ ഈ ഇടപാടിൽ, എക്സാലോജിക്കിൻ്റെ സാമ്പത്തിക ഇടപാടിൽ എന്തൊക്കെ തരത്തിലാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് ED? എൽദോ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്നലെ ഉണ്ടായ അക്രമമടക്കം വീണ വിജയന് ഈ കേസിൽ അത് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതിന് കാരണം ED ഉദ്യോഗസ്ഥരുടെ സ്വാഭാവികമായൊരു നടപടി നമുക്കറിയാം. അവർ ആദ്യം ഇപ്പോൾ ഈ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ളൊരു പരിശോധനയുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ ആദ്യഘട്ട നടപടി. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു റെയ്ഡായിട്ടാണ് ഇന്നലെ 12 ഇടങ്ങളിൽ കണ്ടത്. പക്ഷേ അതിനിടയിൽ ആ റെയ്ഡ് നടത്തിയതിന് ശേഷം, അല്ലെങ്കിൽ അവർ ശേഖരിക്കുന്ന തെളിവുകൾ പിന്നീട് അവർ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഈ പ്രതിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്കൊക്കെ കടക്കുകയുള്ളൂ. ആ ഒരു സ്വാഭാവിക നടപടിയിലൂടെ കടന്നു പോകുന്ന ED ഉദ്യോഗസ്ഥരെ അതിക്രമിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ അക്രമം അഴിച്ചുവിടുക എന്ന് പറയുന്നത് അത് അതീവ ഗുരുതരമായി തന്നെയാണ് കേന്ദ്രവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലിനെതിരെ ഹൈക്കോടതിയെ അല്ലെങ്കിൽ മറ്റ് കോടതികളെയൊക്കെ സമീപിക്കാനുള്ള സാധ്യത വീണ വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിനെ ശക്തിയുക്തം എതിർക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇത് കോടതിയിലേക്ക് അത്തരത്തിലൊരു ഹർജിയുമായി പോയി കഴിഞ്ഞാൽ തങ്ങൾക്കെതിരെയുള്ള അതിക്രമം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വീണയുടെ ഈ ഒരു ആവശ്യത്തിനെ തള്ളാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇന്നലെ ചോദ്യം ചെയ്യലിൽ നിന്നും വീണയുടെ ഫോൺ പിടിച്ചെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പേഴ്സണൽ ഫോണാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതിന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാറ്റുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ED വൃത്തങ്ങൾ നിൽക്കുന്നത്. അത് തുറന്ന് പരിശോധിക്കണമെങ്കിൽ സ്വാഭാവികമായും വീണയുടെ സാന്നിധ്യത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം വീണയെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി സമൻസ് അയക്കാനാണ് ED ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ വീണ വിജയനെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കുകയോ എന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട്. അതിനാൽ കോടതിയിൽ ഹാജരാക്കും എന്നുകൂടിയാണ് അറിയാൻ സാധിക്കുന്നത്. CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞ 2 തവണ, 2022 അന്വേഷണത്തിനെ തുടർന്ന് ചോദ്യം ചെയ്യാൻ 2 തവണ വിളിപ്പിച്ചെങ്കിലും അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹാജരാകാതിരിക്കുകയും മേൽക്കോടതികളെയൊക്കെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇനിയിപ്പോൾ കോടതിയിൽ പോലും ഒരു അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ശശിധരൻ കർത്തയ്ക്കും ചോദ്യം ചെയ്യലിന് ഹാജരായേ മതിയാകൂ. ഇന്നലെ നടത്തിയ പരിശോധനയിൽ നിന്നും കിട്ടിയ തെളിവുകളും ഇരുവരെയും ചോദ്യം ചെയ്യുക, വീണയും ഇരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു ഘട്ടത്തിലേക്ക് തന്നെയാണ് ED കടക്കുന്നത്. ഇനി അറിയേണ്ടത് എന്നായിരിക്കും ED ഉദ്യോഗസ്ഥർ വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നോട്ടീസ് അയപ്പിക്കുക, സമൻസ് അയച്ച് വിളിപ്പിക്കുക എന്നത് മാത്രമാണ്. ഇന്നലെ പിടിച്ചെടുത്ത രേഖകൾ, ഫോൺ ഉണ്ട്, മാത്രമല്ല മറ്റു ചില രേഖകളും ED പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ. നവമി, എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭ്യമാകുന്ന തരത്തിലുള്ള രേഖകളുണ്ടോ? ED വൃത്തങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? അവർക്ക് സംശയകരമായി തോന്നിയ കാര്യങ്ങൾ അത് പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു. ED ഉദ്യോഗസ്ഥരുടെ പത്രക്കുറിപ്പിൽ പറയുന്നത് 3 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്കിലെ ഉൾപ്പെടെ 3 അക്കൗണ്ടുകളാണ് വീണയുടേതായിട്ടുള്ളത് മരവിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീണയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ചില ബാങ്ക് വിവരങ്ങളും മറ്റനുബന്ധ റെസിപ്റ്റുകളും ഒക്കെ കിട്ടിയെന്ന്. പക്ഷേ അതെന്താണ്, അത് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണോ EDക്ക് ലഭിച്ചതെന്ന് അവർ പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരും. നിലവിൽ ED ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രകാരം ചില തെളിവുകൾ, ചില ബാങ്കുമായി ബന്ധപ്പെട്ട ഈ ട്രാൻസാക്ഷൻ നടത്തിയതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിന്റെ ചില വിവരങ്ങൾ ഇത് മാത്രമാണ് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിലെന്താണുള്ളതെന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല. ഏതായാലും ED ഉദ്യോഗസ്ഥർ അതിൽ ഒരു കൃത്യത നൽകും, അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ മനസ്സിലാകും.
പിന്നീടുള്ളത് ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും എന്തൊക്കെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാൻ ഇ ഡി ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടുമില്ല. ശശിധരൻ കർത്ത ആശുപത്രിയിലാണ്, അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. മകൻ ശരണസ് കർത്തയെയാണ് ഇന്നലെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തിൽ നിന്നും വിശദമായ മൊഴിയെടുത്തു. പക്ഷേ തനിക്ക് ഈ ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് ശരൺ മൊഴി നൽകിയതെന്നാണ് കരുതുന്നത്. അങ്ങനെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. നേരത്തെ CMRലെ ചില ജീവനക്കാരെ ചോദ്യം ചെയ്തിരുന്നു. അവർക്ക് ഈ ഒരു വീണയുടെ കമ്പനിയുമായിട്ടുള്ള എന്ത് സേവനമാണ് നൽകുന്നത്, അല്ലെങ്കിൽ വീണയുടെ കമ്പനിയുമായി എങ്ങനെയാണ് ഇവർ ബന്ധിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിൽ പോലും ജീവനക്കാരും പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് വിവരമില്ല. എം ഡിയിലൂടെയാണ്, അല്ലെങ്കിൽ MD ആണ് അക്കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതെന്ന മറുപടിയായിരുന്നു ജീവനക്കാരിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുക എന്നത് തന്നെയായിരിക്കും അന്വേഷണ സംഘം അടുത്തതായി ലക്ഷ്യമിടുന്നത്. ശശിധരൻ കർത്തയിൽ നിന്ന് മാത്രമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്ന് തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥരും വിശ്വസിക്കുന്നത്. എന്തായാലും വീണ വിജയനെയും ശശിധരൻ കർത്തയും ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. എൽദോ, ഒരു കാര്യം കൂടി, അതായത് ഈ മാസപ്പടിയെ കിട്ടിയ തുകയുണ്ടല്ലോ, ആ തുക എവിടേക്ക് നിക്ഷേപിച്ചു എന്നോ അല്ലെങ്കിൽ ആ തുക എന്ത് ചെയ്തു എന്നോ എവിടെ വകമാറ്റിയെന്നോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താനുള്ള ഒരു ശ്രമമുണ്ട്? അത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ ഇടിക്ക്? നിലവിൽ ആ ഒരു അന്വേഷണത്തിലേക്കും ഇ ഡി കടന്നിട്ടുണ്ട്. കാരണം ആദ്യത്തെ ചോദ്യം ഇതെന്ത് സേവനമാണ് ഈ സ്ഥാപനങ്ങൾ തമ്മിൽ ചെയ്തതെന്നാണ്. ഇത്രയും വലിയ തുക വീണയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും ഒപ്പം കമ്പനിയുടെ അക്കൗണ്ടിലേക്കുമൊക്കെ കൈമാറണമെങ്കിൽ എന്ത് സേവനമാണ് എക്സാലോജിക് എന്ന കമ്പനി CMRൽ നൽകിയത് എന്ന സ്വാഭാവികമായ ചോദ്യം ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രത്യക്ഷത്തിൽ ഒരു സേവനം നൽകിയതായി കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഒരു കള്ളപ്പണം വെളുപ്പിക്കലാണോ എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ എത്തി നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ ശേഖരിച്ചു വരുന്നത്. എന്തായാലും ഇതുവരെയും എന്തൊക്കെ തെളിവുകൾ ശേഖരിച്ചു, എന്തൊക്കെ തെളിവുകൾ കിട്ടി, വീണയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത തെളിവുകളും ഈ എക്സാലോജിക് CMR കമ്പനിയുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുണ്ടോ എന്നതൊക്കെ ഇനിയും വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ഇ ഡി അങ്ങനെ അത്തരത്തിലുള്ള എന്ത് തെളിവാണ് ശേഖരിച്ചതെന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകുന്നതുമില്ല. പകരം വീണയെ ഇപ്പോൾ ശേഖരിച്ച വിവരങ്ങൾ പരിശോധിച്ച ശേഷം, അല്ലെങ്കിൽ ആ തെളിവുകൾ പരിശോധിച്ച ശേഷം വീണയെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക, അത് തമ്മിൽ താരതമ്യം ചെയ്ത് വീണയിൽ നിന്ന് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുക എന്നതാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ലക്ഷ്യമിടുന്നതും. എന്തായാലും ഇതൊരു രാഷ്ട്രീയ ആയുധമായി, മറ്റൊരു തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം. പ്രത്യേകിച്ച് VD സതീശന്റെ മൗനവുമൊക്കെ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ ഇതൊരു ഡീലിന്റെ ഭാഗമായി എന്ന തരത്തിലൊക്കെ പ്രചാരണമൊക്കെ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി അറിയേണ്ടത് എന്നായിരിക്കും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നതാണ്. ശശിധരൻ കർത്തയും വിളിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ശേഖരിച്ച തെളിവുകൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയേ മതിയാകൂ ഇവർ രണ്ടുപേർക്കും. റൈറ്റ്, നവമി ദിനേശാണ് വിവരങ്ങൾ വിശദം നൽകിയത്. എന്തായാലും വീണ വിജയൻ്റെ എക്സാലോജിക്കിൻ്റെ കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ മാസപ്പടി ലഭിച്ചു എന്ന് പറയുന്ന തുക അതെങ്ങോട്ട് പോയി എന്നുള്ള തരത്തിലുള്ള അന്വേഷണം പോലും നടന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. നവമിയാണ് കൊച്ചിയിൽ നിന്നും ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.